ഞാൻ ലക്ഷ്മി ഭാരതി. എല്ലാവർക്കും ACC അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത് SLR റേഷ്യോ എന്താണെന്നാണ് പറഞ്ഞത്. അതെൻ്റെ ഫ്രണ്ട്സിനെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പഠിക്കാൻ പോകുന്നത് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ് ആണ്. എന്തൊക്കെ ബുക്സാണ് ഒരു ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. The methods of preparation and presentation of profit and loss and a balance sheet of a bank are very important and significant, which include certain peculiar items. For this purpose, a short description of different books, ledgers, registers and terms which are very important are discussed here under. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് അത് ഇത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഇത് രണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ചില പെക്യുലർ അതായത് ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി ബുക്ക് സെക്ഷൻ്റെ കേസാണ്. ക്യാഷ് ബുക്ക് ഉണ്ട്. ക്യാഷ് ബുക്കിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ക്ലാസ് ബുക്ക് രണ്ട് ടൈപ്സ് ബുക്കുണ്ട്. ഓക്കെ, ഇത് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ക്യാഷ് ബുക്ക് ഉണ്ട്. ഒന്ന് റഫ് ക്യാഷ് ബുക്കും ഉണ്ട്, FF ക്യാഷ് ബുക്കും ഉണ്ട്. റഫ് ക്യാഷ് ബുക്ക് എന്താണെന്ന് വെച്ച് നോക്കാം. which deals with cash receipts and cash payments maintained by a receiving cashier and paying cashier respectively. It records the serial number, depositor's name, amount received etc. in cash, whereas in case of cash payment, serial number, payer's name and amount paid, number of tokens etc. are recorded. So റഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് റെസീറ്റ്സും അതായത് നമുക്ക് കിട്ടിയ ക്യാഷ് റെസീറ്റ്സും പേയ്മെൻറ്റ്സും അതായത് കിട്ടിയ ക്യാഷ്യറും കൊടുക്കുന്ന ക്യാഷ്യറും റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിനെയാണ് റഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതെന്താ റെക്കോർഡ് ചെയ്യുന്നത്? സീരിയൽ നമ്പർ റെക്കോർഡ് ചെയ്യുന്നു. നമുക്കറിയില്ല, സീരിയൽ നമ്പർ റെക്കോർഡ് ചെയ്യുന്നു, ഡെപ്പോസിറ്റേഴ്സ് നെയിം, പിന്നെ എത്ര എമൗണ്ട് കിട്ടി, ക്യാഷായിട്ട് എത്ര കിട്ടി. ഓക്കെ, പിന്നെ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞത് ക്യാഷ് റെസീറ്റ്സിൻ്റെ കേസിലായിരിക്കും എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയണം. ഓക്കെ, ഇനി ക്യാഷ് പേയ്മെൻറ്റ് കേസിലാണെങ്കിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സീരിയൽ നമ്പേഴ്സ്, പേയേഴ്സ്, ആരാ പേ ചെയ്യുന്നത്, എത്ര എമൗണ്ട് പേ ചെയ്തു, നമ്പർ ഓഫ് ടോക്കൺ, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് റഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ റിസീവിങ് ക്യാഷ്യർ ആൻഡ് പേയിങ് ക്യാഷ്യർ. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫെയർ ക്യാഷ് ബുക്ക് on the other hand is one which a separate person, after receiving the above information from the paying and received cashier, records the transactions in a separate book. So fair cash book എന്ന് പറയുന്നത് അതായത് വേറൊരാളാണ് ഓക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വേറൊരു പേഴ്സൺ ഈ ഇൻഫർമേഷൻ, ഈ പേയിങ് ക്യാഷ് റിസീവിങ് ക്യാഷിൻ്റെ ഈ ഇൻഫർമേഷനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ ട്രാൻസാക്ഷൻസ് വേറൊരു സെപ്പറേറ്റ് ബുക്കിൽ ഫെയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, നാച്ചുറലി ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഫെയർ ക്യാഷ് ബുക്ക് must tally with the sum total of the above two cash books. അതായത് ഫെയർ ക്യാഷ് ബുക്കിൻ്റെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ടാലി ആയിരിക്കണം. ഓക്കെ, എപ്പോഴും മറ്റേ റഫ് ക്യാഷ് ബുക്കായിട്ടും ടാലി ആയിരിക്കണം, ഒരു ഡീവിയേഷൻ പാടില്ല. ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, റഫ് ക്യാഷ് ബുക്ക് ആൻഡ് ഫെയർ ക്യാഷ് ബുക്ക്. നെക്സ്റ്റ് ഇസ് ക്യാഷ് ബാലൻസ് ബുക്ക്. ദ ക്യാഷ് ബാലൻസ് at the close of the day is written in the book which is duly signed with the cashier and the manager. അതായത് ഈ ഡേ ക്ലോസ് ചെയ്യാൻ നേരത്തെ ക്യാഷ് ബാലൻസ് ഓക്കെ ഒരു സെപ്പറേറ്റ് ബുക്കിൽ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എത്ര ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബുക്കിൽ ഒരു ഡേ അവസാനിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നു. അത് ആരൊക്കെ സൈൻ ചെയ്യുന്നു? ക്യാഷ്യറും സൈൻ ചെയ്യുന്നു, മാനേജറും സൈൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡേ ബുക്ക്. It records day-to-day business day-to-day transactions of the book related to cash transfers, clearings etc. അതായത് ഡേ ബുക്ക് എന്ന് വെച്ചാൽ എന്താ? ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ് ആയിട്ട് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡേ ബുക്ക് എന്ന് വെച്ചാൽ ഡേ ട്രാൻസാക്ഷൻസ്, അതായത് ഇന്ന് എന്തൊക്കെ എത്ര ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു, എന്തൊക്കെ ക്ലിയറിങ്സ് ഒക്കെ നടന്നു, ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ റിലേറ്റഡ് ടു ക്യാഷ്, അത് ഒരു ബുക്കിൽ എഴുതുന്നു. ആ ബുക്കിനെയാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. അടുത്താണ് ഫസ്റ്റ് ബുക്ക് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ലെജർ ആൻഡ് രജിസ്റ്റർ സെക്ഷൻസ്. ലെജർ സെക്ഷൻ, കറണ്ട് അക്കൗണ്ട് ledger. It records the transactions of those customers who open current accounts. Generally, the bank doesn't pay interest on the balance of this account, but a nominal charge is taken by the bank for rendering the services. അതായത് ഈ ട്രാൻസാക്ഷൻസ്, അതായത് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? കസ്റ്റമേഴ്സ്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കസ്റ്റമേഴ്സൊക്കെ അതായത് ഉള്ള ട്രാൻസാക്ഷൻസൊക്കെ ആ ട്രാൻസാക്ഷൻസിനാണ് ഈ എന്താ പറയുക, അതായത് ഇത്രേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യുന്നു? ഈ കറണ്ട് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാരെ ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ് കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അതൊന്ന് ആദ്യം ബാങ്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ പക്ഷേ ഈ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ചില നോമിനൽ ചാർജസൊക്കെ എന്താ പറയുക ബാങ്ക് എടുക്കും. ഓക്കെ, ഇഫ് ദർ ആർ മെനി കറണ്ട് അക്കൗണ്ട്സ് ദോസ് ആർ ടു ബി റിയലി നമ്പേർഡ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് മാൻ തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതായത് ബിസിനസ് മാനൊക്കെ ഏറ്റവും സുറ്റബിളായ അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് അക്കൗണ്ട് ലെജർ പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക്സ് ആണ്. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാകും, ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാകും. സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സ് ഒക്കെ ഉള്ള ആ കേസിൽ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടോ സീരിയൽ നമ്പർ ചെയ്ത് വെച്ചിരിക്കണം ആ ലെജറിൽ. ഓക്കെ, next is savings bank ledger. It records transactions of those customers who open savings bank account in a bank. The details description of the customer with effect from name, address, occupation, etc. recorded along with an account number. If there are many saving account, there are to be a serial number. Okay, next is savings bank ledger ആണ്. അതെന്ത് ചെയ്യുന്നു, അതായത് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ലെജറാണ് സേവിങ്സ് ബാങ്ക് ലെജർ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും, കസ്റ്റമറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, പിന്നെ നെയിം ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ഒക്യുപ്പേഷൻ ഉണ്ടാവും, അതൊക്കെ അക്കൗണ്ട് നമ്പറിൻ്റെ നമ്പറോട് കൂടിയ ഇതിലുള്ള ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ ഈ ആൾക്കാർക്ക് അതായത് മിനി സേവിങ്സ്, അതായത് നമുക്കറിയാം ലെജർ ഒന്ന് കൂടുതൽ സേവിങ്സ് അക്കൗണ്ട് ലെജറുള്ള കേസിൽ അത് സീരിയൽ നമ്പർ ചെയ്തിരിക്കണം. 1, 2, 3 എന്ന് സീരിയലി നമ്പർ ചെയ്തിരിക്കണം ബാങ്ക്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലെജർ. It contains transactions of those customers who have deposited the money into the bank for a fixed period. Okay, fixed deposit ledger എന്ന് പറഞ്ഞാൽ എന്താണ്? It contains transactions of customers who deposited money into a bank for a fixed period. അതായത് നമുക്കറിയാം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടേമാണ്, അതായത് ഒരു കുറേ നാൾ ശേഷം നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ലോങ് ടേം ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഹൈ ഇൻട്രസ്റ്റ് ആണ്, എന്താ പറയുക, അവിടെ ഹൈ ഇൻട്രസ്റ്റ് നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതും അത്രയും സമപ്പായിട്ടേ കിട്ടുകയുള്ളൂ. ഓക്കെ, ഒരു ഫിക്സ്ഡ് പീരീഡിൽ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ജനറലി അറ്റ് ദ ടോപ്പ് ഓഫ് ദി അക്കൗണ്ട് ഡെപ്പോസിറ്റേഴ്സ് നെയിം ആൻഡ് അഡ്രസ്, റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ്, ദ എമൗണ്ട്സ് ഓഫ് ഡെപ്പോസിറ്റഡ് ആർ ടു ബി റെക്കോർഡഡ്. അതായത് അക്കൗണ്ടിൻ്റെ ടോപ്പായിട്ട് ഈ മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട് ടോപ്പായിട്ട് ഡെപ്പോസിറ്റേഴ്സ് അഡ്രസ്സും, അതായത് ആ പേര് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും അഡ്രസ്സും, എത്ര ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നതെന്നും, പിന്നെന്താ എത്ര പീരീഡിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നും, എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ജനറൽ ലെജർ. ഇറ്റ് ഈസ് ആക്ച്വലി ദ കീ ലെജർ ഓഫ് ദി അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് എ ബാങ്ക്. ഇറ്റ് കീ ആണ്, ജനറൽ ആയ കാര്യങ്ങളാണ്. ഓക്കെ, അത് പേര് തന്നെ സിസ്റ്റമാണ്. അപ്പോൾ കീ ലെജർ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ടോട്ടൽ എമൗണ്ട് ഇൻ എ റെസ്പെക്ട് ഓഫ് ടോട്ടൽ കറണ്ട് അക്കൗണ്ട്സ്, ടോട്ടൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ടോട്ടൽ ലോൺ അക്കൗണ്ട്, ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട്, ടോട്ടൽ എക്സ്പെൻസസ് ആൻഡ് ടോട്ടൽ റവന്യൂ അക്കൗണ്ട്സ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ എന്താണ്, എത്ര എമൗണ്ട് ആണ്, അതായത് ടോട്ടൽ അക്കൗണ്ട് സമപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ടോട്ടൽ എമൗണ്ട്, അതായത് കറണ്ട് അക്കൗണ്ട്സിലുള്ള ടോട്ടൽ എമൗണ്ട്, സേവിങ്സ് അക്കൗണ്ടിലുള്ള ടോട്ടൽ എമൗണ്ട്, ലോൺ അക്കൗണ്ട്, അങ്ങനെ ഇതിവിടെ ഈ എല്ലാ അക്കൗണ്ടിൻ്റെ ടോട്ടൽ സമ്മാണ് കാണിക്കുന്നത്. ഈച്ച് ലെജർ ഇസ് കീപ് അണ്ടർ സെൽഫ് ബാലൻസിങ് സിസ്റ്റം. സെൽഫ് ബാലൻസ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ് എല്ലാ ലെജറും പ്രിപ്പയർ ചെയ്യുന്നത്. എ ട്രയൽ ബാലൻസ് ക്യാൻ ഈസിലി ബി പ്രിപ്പയർഡ് വിച്ച് ഹെൽപ്പ് ടു പ്രിപ്പയർ ദ ഫൈനൽ അക്കൗണ്ട്സ് ആസ് വെൽ. നമുക്കറിയാം ഈ ലെജർ പ്രിപ്പയർ ചെയ്ത ലെജറിനാണ് നമ്മൾ എന്താ പറയുക ഓരോ ട്രയൽ ബാലൻസും അവിടുന്ന് ഫൈനൽ അക്കൗണ്ട്സിന് എന്താണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ലെജറിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിസൈഡ്സ് ദി അബവ് ലെജേഴ്സ്, ഓവർ ഡ്യൂ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ലെജർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ലെജർ, ലോൺ ലെജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെജർ മേ ഓൾസോ ബി പ്രിപ്പയർഡ്. ഈ ലെജേഴ്സിന് പുറമേ ഈ പറഞ്ഞിരിക്കുന്ന ലെജറും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ 2 സെഷൻ കഴിഞ്ഞു, ലെജർ സെക്ഷനും കഴിഞ്ഞു, പിന്നെന്താ പറയുക ബുക്ക് സെക്ഷനും കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ ബാങ്ക്സിന് ചോദിച്ചാൽ ഇത് 8 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. നെക്സ്റ്റ് ആണ് രജിസ്റ്റർ സെഷൻ. രജിസ്റ്റർ സെക്ഷൻ ഇൻക്ലൂഡ്സ് ബിൽസ് ഫോർ കളക്ഷൻ ലെജർ, സെക്യൂരിറ്റീസ് രജിസ്റ്റർ, ഡോക്യുമെൻറ്റ് രജിസ്റ്റർ, സ്റ്റാൻഡിംഗ് ഓർഡർ രജിസ്റ്റർ, check dishonored register, drafts issue register, drafts payable register, DD register,
foreign letters of credit register etc. അതായത് രജിസ്റ്റർ സെക്ഷനിൽ ഇവയൊക്കെ ഈ രജിസ്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇത് ഇൻക്ലൂഡഡ് ആണ് ഈ രജിസ്റ്റേഴ്സിലൊക്കെ. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത പോലെ, അതായത് ലെജേഴ്സിൻ്റെ അണ്ടറിലുള്ള സേവിങ്സ് അക്കൗണ്ട്, ജനറൽ ലെജർ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ അക്കൗണ്ട്സും ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി എന്തൊക്കെയാണ് അതായത് ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് സിസ്റ്റം ഫോർ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടി എന്തൊക്കെയാണ് ബാങ്ക് സിസ്റ്റം എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. പേഴ്സണൽ ലെജേഴ്സ് ആർ പ്രിപ്പയർ ഡയറക്ട്ലി ഫ്രം വൗച്ചേഴ്സ് ആൻഡ് നോട്ട് ഫ്രം ജേണൽ. അത് ലെജേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? സാധാരണ ജേണലിൽ നിന്നല്ലേ സംഭവം ലെജറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ വൗച്ചേഴ്സ് നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, entries posted on the personal ledgers through vouchers are summarized daily in a summary sheet. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് വൗച്ചേഴ്സിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പേഴ്സണൽ ലെജേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസും ഒരു സമ്മറി ഷീറ്റിൽ സമ്മറൈസ് ചെയ്യേണ്ടതാണ്. The totals of summary sheet are posted in a control account of the general. Total of the summary sheet are posted in a control account of the general ledger. അതായത് ഈ സമ്മറി ഷീറ്റ് പ്രിപ്പയർ ചെയ്യല്ലോ, അതിൻ്റെ ടോട്ടൽ എല്ലാം ചെയ്യുന്നത് എന്താണ്? ഒരു കൺട്രോൾ അക്കൗണ്ട്, ജനറൽ ലെജറിലെ കൺട്രോൾ അക്കൗണ്ടിൽ എല്ലാ ടോട്ടൽസും പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഡെയിലി ട്രയൽ ബാലൻസസ് ആർ പോസ്റ്റഡ് എന്ന കൺട്രോൾ അക്കൗണ്ട് ജനറൽ ലെജർ. നമുക്കറിയാം ജനറൽ ലെജർ കീ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പം ഈ സമ്മറി ഷീറ്റിൻ്റെ ടോട്ടലും കൂടാതെ ഈ ട്രയൽ ബാലൻസിൻ്റെ ഈ കൺട്രോൾ അക്കൗണ്ടിൽ അതായത് ഡെയിലി ട്രയൽ ബാലൻസസും ഈ ജനറൽ ലെജറിലെ കൺട്രോൾ അക്കൗണ്ടിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്, പോസ്റ്റ് ചെയ്യേണ്ടതാണ്. The entries in the summary sheets of the personal ledgers are verified by the independent persons who are not connected with the transactions. അതായത് സമ്മറി ഷീറ്റ്സിൻ്റെയും പേഴ്സണൽ ലെജേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺസ്, അതായത് ഈ ട്രാൻസാക്ഷൻസ് ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യുന്നതാണ്, വെരിഫൈ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയാ? എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ മിസ്റ്റേക്സ് ഒക്കെ. അത് ഇപ്പോൾ ഒരാൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനെ പ്രിപ്പയർ ചെയ്ത് സമ്മറൈസ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബോർഡ് എക്സാമിനൊക്കെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബോർഡ് എക്സാമിനൊക്കെ പേപ്പർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ ചെക്ക് ചെയ്തിട്ട് ഒരാൾ ചെക്ക് ചെയ്തിട്ട് ബാക്കി ഒന്നും കൂടെ പേപ്പർ ചെക്ക് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും മാർക്ക് കൊടുക്കാനുണ്ടോ, എവിടെയെങ്കിലും തെറ്റായിട്ട് ശരിയുള്ള ക്വസ്റ്റ്യന് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ആളും കൂടെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിലും വേറൊരാൾ, ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ഇത് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിനാണ് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും. 6th point, periodical trial balances are prepared for the personal ledgers and the same is verified with general ledger control account. അതായത് ഈ പേഴ്സണൽ ലെജേഴ്സിന് വേണ്ടി പീരിയഡിക്കൽ ട്രയൽ ബാലൻസ്, ഓരോ പീരിയഡുള്ള ട്രയൽ ബാലൻസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ജനറൽ ലെജേഴ്സ് കൺട്രോൾ അക്കൗണ്ടിൽ വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, അത് വെരിഫൈ ചെയ്യുന്നു, ഇതിനായിട്ട് വെരിഫൈ ചെയ്തു ഈക്വൽ ആവുന്നുണ്ടോയെന്ന്. നെക്സ്റ്റ് ഈസ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബാങ്ക് ആർ ഓഫ് 2 types, ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസ്ഫർ. അതായത് നമുക്കറിയാം ബാങ്ക് ട്രാൻസാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, ക്യാഷും ഉണ്ട് നോൺ ക്യാഷ് ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട്. There are 2 kinds of vouchers, those which show only debit or credit to an account and those which contain both debited credit to different accounts. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻസും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ക്യാഷ്, ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിരിക്കില്ല, ഇപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് വൗച്ചേഴ്സ്. 2 ടൈപ്പ് ഉണ്ട്. ഡെബിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റോ ക്രെഡിറ്റോ മാത്രം കാണിക്കുന്ന ഏതെങ്കിലും ഒന്ന് കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് വൗച്ചേഴ്സാണ്. അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും, ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. ഓക്കെ, ഇത് ഭയങ്കര ഡിഫറെൻറ്റ് അക്കൗണ്ട്സിൽ. ഓക്കെ, ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സെയിം അക്കൗണ്ട് ആവുന്നില്ല, അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കും അക്കൗണ്ടിൽ. നെക്സ്റ്റ് ആണ് ദ സ്ലിപ്പ് സിസ്റ്റം ഓഫ് ലെജർ പോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് റാപ്പിഡ് പോസ്റ്റിംഗ് ഇൻ ബുക്സ് മെയിൻറ്റെയിൻ അണ്ടർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അതായത് ഇതെന്ന് വെച്ചാൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡെബിറ്റ് ക്രെഡിറ്റ് ആ ട്രാൻസാക്ഷൻ ഇതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ എന്താ ഇതിനർത്ഥം വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് റാപ്പിഡ് പോസ്റ്റിംഗ്. ബുക്സിലൊക്കെ പെട്ടെന്ന് എഴുതുന്ന സിസ്റ്റമാണ് അണ്ടർ ഏത് പ്രിൻസിപ്പിളിൽ? ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ. അണ്ടർ ദി സിസ്റ്റം പോസ്റ്റിംഗ് ഈസ് ഡൺ ഫ്രം സ്ലിപ്സ് ആൻഡ് നോട്ട് ഫ്രം ജേണൽസ് ഓർ ക്യാഷ് ബുക്സ്. സാധാരണ
നമ്മളൊക്കെ ഈ ലെജറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജേർണൽ എൻട്രി എന്നാണ് ഡയറക്റ്റായിട്ട് നമ്മൾ എന്താ ഈ ലെജേഴ്സും പിന്നെ അതിന് പിന്നാലെ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ സ്ലിപ്പ് സിസ്റ്റത്തിൽ ഒരു സ്ലിപ്സ് ഉണ്ടാവും. ഓക്കെ, ആ സ്ലിപ്പിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് ഈ പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇത്ര വ്യത്യാസമുള്ളൂ സാധാരണ ജേർണൽ എൻട്രി എന്നാണെങ്കിൽ. പക്ഷേ ഈ സിസ്റ്റം ഓഫ് ലെജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്സിൽ നിന്നാണ് ഈ ലെജറിലോട്ടൊക്കെ എടുത്തെഴുതുന്നത്. Slips are loose leaves of journals and these are supplied either by the customers or by the bank staff. അതായത് സ്ലിപ്സ് എന്ന് പറയുന്നത് ലൂസ് ലീവ്സ് ആണ്. ഓക്കെ, ലൂസായ നമ്മുടെ ചെക്കിനെ പോലത്തെ അതുപോലത്തെ ലൂസായ ലീവ്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ടൈഡ് ഓഫ് ജേർണൽസ് ആൻഡ് ദീസ് ഇസ് സപ്ലൈഡ്. അതെന്ന് വെച്ചാൽ ഒരു ജേർണൽ സപ്ലൈ ഇറ്റ്സ് ലൂസ് ലീവ്സ് ഓഫ് ജേർണൽസ് ആണ്. ആരൊക്കെ സപ്ലൈ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റാഫ് ആയിരിക്കും. ഇറ്റ് ബിക്കം നെസസറി ഫോർ എ ബാങ്ക് ടു നോ ദ പൊസിഷൻ of its individual customers account at any time and to see that the transactions are recorded as soon as they take place. അതായത് ഒരു ബാങ്കിന് അറിയേണ്ട അത്യാവശ്യമാണ്. അതായത് ഈ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലെ പൊസിഷൻ ഒരു ബാങ്ക് അറിയേണ്ട അത്യാവശ്യമാണ്. എപ്പോൾ വേണമെങ്കിൽ അറിയാൻ അത്യാവശ്യമാണ്. അത് അറിയണം. പിന്നെ എന്താ വേണം? ട്രാൻസാക്ഷൻസ് ഒക്കെ കണ്ട് അതായത് see that the transactions are recorded as soon as they take place. ആ ട്രാൻസാക്ഷനൊക്കെ നടക്കുമ്പോൾ തന്നെ ആ സംഭവം റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ലെജേഴ്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ബാങ്കിന് അറിയുന്നത് പറയുന്നത് അത്യാവശ്യമാണ്. ഇനി ഇപ്പം എന്താണ് ഈ സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ നീഡ് എന്താണെന്ന് പറയുന്നത്? ഫസ്റ്റ് പറയുമ്പം അപ്ഡേറ്റഡ് അക്കൗണ്ട്സ്. ദ ബാങ്ക് ഹാസ് ടു എൻഷുർ ദ കസ്റ്റമേഴ്സ് ledger accounts are up to date so that when the check is presented to the bank for payment, the bank can immediately decide whether to honor or dishonor the check. Thus, transactions in the bank are immediately recorded. അതായത് അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് അപ്ഡേറ്റഡ് എന്ന് പറയത്തില്ല, ഇപ്പം അപ് ടു ഡേറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പം ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അപ്പം തന്നെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഈ പേയ്മെൻറ്റിനൊക്കെ ചെക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് അപ്പം തന്നെ തീരുമാനിക്കുക എന്താ ഡിസോണർ ചെയ്യണോ, ഓണർ ചെയ്യണോ, അല്ലെങ്കിൽ അത് ചെക്ക് എടുക്കണോ, അല്ലെങ്കിൽ ഡിസോണർ ചെയ്ത് വെക്കണോ എന്നൊക്കെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നു. അതുകൊണ്ട് അപ്ഡേറ്റഡ് ആവുന്നു. നെക്സ്റ്റ് ഇസ് ഡിവിഷൻ ഓഫ് വർക്ക്. ആസ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബാങ്ക് ഇൻ വെരി ലാർജർ, the slip system permits the distribution of work of posting simultaneously among many persons or the bank staff. അതായത് ഈ നമുക്കറിയാം ബാങ്കിലൊക്കെ ട്രാൻസാക്ഷൻസ് ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ഇതാണ് ബാങ്ക് എന്ന് പറയുന്നത്. സോ ഈ സ്ലിപ്പ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ലൂസ് ജേർണൽസ് ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ലൂസ് പേപ്പേഴ്സ് ആണ്, ലൂസ് ലീവ്സ് ആണ്. സോ ആ പോസ്റ്റിംഗ് ഒക്കെ ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. ആ ബാങ്ക് സ്റ്റാഫിനൊക്കെ അതായത് ബാങ്ക് സ്റ്റാഫിനൊക്കെ ബാങ്ക് സ്റ്റാഫിൽ ഇൻക്ലൂഡ് ആവുന്ന കുറേ പേർക്ക് ഈ എന്താ പറയുക ഈ വർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ലൂസ് ലീവ്സ്. ഓക്കെ, ലൂസ് ലീവ്സ് ആണ്. ഓഫ് വർക്ക് ദ അക്കൗണ്ടിംഗ് വർക്ക്സ് മൂവ് smoothly without any interruption. As these slips are filed by the customers, there is much saving of time and labor of the employees of the bank. അതായത് നമ്മുടെ സ്ലിപ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റിംഗ് കേസിൽ എന്ന് വെച്ചാൽ ഈ സ്മൂത്തായിട്ടൊക്കെ ഈ വർക്കൊക്കെ പോകും. അതായത് വർക്കൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോകും. ഈ സ്ലിപ്പൊക്കെ ഈ കസ്റ്റമേഴ്സാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേബറൊക്കെ സാധാരണ ബാങ്കിലൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് ബാങ്ക്സ് ആയിരിക്കുമല്ലോ. പക്ഷേ സ്ലിപ്പ് പോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഈ എന്താ പറയുക കസ്റ്റമേഴ്സ് തന്നെയാണ് ഈ സംഭവം ചെയ്യുന്നത്. സോ ഈ ലേബറിൻ്റെ ടൈമും അവരുടെ എന്താ പറയുക ടൈമും സേവ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്കിലെ എംപ്ലോയീസിൻ്റെ ടൈമും ഇതൊക്കെ സേവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിഡക്ഷൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് എറർ ആൻഡ് ഫ്രോഡ്സ്. ആസ് ദി പ്രിപ്പറേഷൻ ഓഫ് ഡയൽ or daily trial balance is facilitated, errors and frauds can be detected then and there. അതായത് ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഈ ഡെയിലി ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വീക്ക്ലി അല്ലെങ്കിൽ ഇതല്ല ഡെയിലി വൈസാണ് സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രോഡോ അല്ലെങ്കിൽ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡിറ്റക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നു. അതായത് 2-3 ദിവസം നമുക്കറിയാം, 2 ദിവസത്തെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു ഇന്നത്തെ ട്രാൻസാക്ഷൻ ഇന്ന് തന്നെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ട്രാൻസാക്ഷൻ മറ്റന്നാൾ ചെയ്യുന്നത് വലിയ വ്യത്യാസമുണ്ടല്ലേ. നമുക്ക് ഇന്നത്തെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ നടന്നെന്ന് ഓർത്തെടുക്കാനും അത് ഡിറ്റക്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതാണ് എളുപ്പം. ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
Next is facilitate internal check. Internal check system is facilitated as the work done by the one clerk is automatically checked by another clerk as it permits distribution of work or posting simultaneously among many persons of the bank staff. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ, അതായത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരാൾ ചെയ്യുവാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേറെ ഒരാളുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് വർക്ക്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു സൈമൾട്ടേനിയസ്ലി. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു ചെക്കിംഗ് സിസ്റ്റം കൂടെ ഉൾപ്പെടുന്നു. 2 പേര് മിനിമം, ഒരാൾ ചെയ്യുന്ന സാധനം ഒരാളും കൂടെ ചെക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്സോ ഫ്രോഡ് ഇതൊക്കെ നടക്കുവാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ആണ് ഇനിയിപ്പോൾ എത്ര ടൈപ്സ് സ്ലിപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ജനറലായിട്ട് ബാങ്ക് ബുക്ക് കീപ്പിങ്ങിൽ എന്താ 3 ടൈപ്സ് ഓഫ് സ്ലിപ്സ് ഉണ്ട്. ഫസ്റ്റ് പെയിൻ സ്ലിപ്പാണ്. പെയിൻ സ്ലിപ്പ് എന്ന് വെച്ചാൽ ഈ കസ്റ്റമർ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു എന്താ പറയുക, ഹി ഫിൽസ് അപ്പ് എ പ്രിൻറ്റഡ് പെയിൻ സ്ലിപ്പ് ഫോം ആൻഡ് സബ്മിറ്റ്സ്. അതായത് ഈ സംഭവം ഈ ക്യാഷൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത പെയിൻ സ്ലിപ്പ്, പേ ചെയ്യുന്ന ആ സ്ലിപ്പ് അറിയാലോ, ആ സ്ലിപ്പ് റിസീവിങ് ക്യാഷ്യറിന് കൊടുക്കുന്നു. കൂടാതെ എന്താ പറയുക, കൊടുക്കുന്നു. ഓക്കെ, ഈ പെയിൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. കൗണ്ടർ ഫോയിൽ ഉണ്ട്, 2 പാർട്സ് ഉണ്ട്. ഓക്കെ, ഈ നമുക്കറിയാം ടൈപ്സ് ഓഫ് സ്ലിപ്പിൽ ഫസ്റ്റ് കേസിന് പെയിൻ സ്ലിപ്പ്. പെയിൻ സ്ലിപ്പ് എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം എന്ത് ചെയ്യുന്നത്, അതായത് ഈ പ്രിൻറ്റഡ് സ്ലിപ്പാണത്. അത് എന്താ പറയുക, ഈ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് സബ്മിറ്റ് ചെയ്യുന്നതാണ്, റിസീവിങ് ക്യാഷ്യറിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ലിപ്പാണ് ഈ പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് ഇസ് കൗണ്ടർ ഫോയിലാണ്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഇറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോർഷൻ വിച്ച് ഇസ് റിട്ടേൺഡ് ബൈ ദ റിസീവിങ് ക്യാഷ്യർ ടു ദ കസ്റ്റമർ. അതായത് ഇത് ലെഫ്റ്റ് സൈഡ് പോർഷനാണ്. റിട്ടേൺ ചെയ്യുന്ന, അതായത് കസ്റ്റമേഴ്സിന് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ലിപ്പാണ്. ആ സൈഡാണ് കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് പോർഷനാണ് മാനേജ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ആഫ്റ്റർ ദ ക്യാഷ് റിസീവ്സ് ആൻഡ് കൗണ്ട്സ് ദ ക്യാഷ്. അതായത് ഈ ക്യാഷ്യർ എന്ത് ചെയ്യുന്നു, ക്യാഷ് ചെയ്തിട്ട്, അതായത് ക്യാഷൊക്കെ റിസീവ് ചെയ്യത്തില്ലേ, അതിനുശേഷം ഈ കസ്റ്റമേഴ്സ് റിട്ടേൺ ലെഫ്റ്റ് ഹാൻഡ് പോർഷൻ, ആ ലെഫ്റ്റ് ഹാൻഡ് പോർഷനെയാണ് കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ സ്ലിപ്പാണ്. ദ റിമൈനിങ് പോർഷൻ ദാറ്റ് ഇസ് റൈറ്റ് ഹാൻഡ്. നമുക്കറിയാം മറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോർഷനാണ് കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, മെയിൻ സ്ലിപ്പാണ്. അതെന്താണ്, ഇറ്റ് ഈസ് ദ പാർട്ട് റിമെയിൻസ് വിത്ത് ദ ബാങ്ക് ഫോർ മേക്കിംഗ് എൻട്രി ഇൻ ദ ക്യാഷ് ബുക്ക്. അത് ഈ മറ്റേ ട്രാൻസാക്ഷൻ വെച്ച് എന്താണ്, ഈ ആവശ്യക്കാലം എപ്പോൾ എമൗണ്ട് റിസീവ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് റിസീവ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു സംഭവമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. മെയിൻ സ്ലിപ്പ് എന്ന് വെച്ചാൽ ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡ് റിമെയിൻ പോർഷൻ, അത് ബാങ്കിൻ്റെ കയ്യിലൊക്കെ തന്നെ ഉണ്ടാവും. ക്യാഷ് ബുക്ക് ബാങ്കിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആ പോർഷൻ എപ്പോഴും ബാങ്കിൻ്റെ തന്നെ ഉണ്ടാവും. ആഫ്റ്റർ വിച്ച് ഇസ് ഗിവൺ ടു ദ പേഴ്സണൽ അക്കൗണ്ട് ലെജർ കീപ്പർ. അതിന് ശേഷം ഈ ക്യാഷ് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്ത ശേഷം ഈ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഈ പേഴ്സണൽ അക്കൗണ്ട് ലെജർ കീപ്പർ എന്ന് പറയുന്ന, അതായത് ഒരാളുടെ കയ്യിൽ ഒരു പേഴ്സൺ ആവാം, ഓക്കെ, ഒരു കീപ്പർ എന്ന് വെച്ചൊരു വ്യക്തിയാവാം, അതിന് ആ പേഴ്സണൽ അക്കൗണ്ട് ലെജർ കീപ്പറിന് കൊടുക്കുന്നു ഈ മെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി, ഫോർ ക്രെഡിറ്റിംഗ് ദ ലെജർ അക്കൗണ്ട്സ് ഓഫ് ദ കസ്റ്റമർ. എത്ര എമൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ലെജർ അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ സംഭവം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ശേഷം, അതായത് ഈ ക്യാഷ് ബുക്കിലൊക്കെ ആവശ്യത്തിന് എൻട്രിയൊക്കെ പ്രിപ്പയർ ചെയ്ത ശേഷം ബാങ്ക് എന്ത് ചെയ്യുന്നു, പേഴ്സണൽ അക്കൗണ്ട് ലെജർ കീപ്പർ എന്ന് പറഞ്ഞ ഒരാളെ കൊടുക്കുന്നു. എന്തിനു വേണ്ടി, ഈ കസ്റ്റമേഴ്സിൻ്റെ ലെജർ അക്കൗണ്ട്സ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ 2 തരത്തിലുള്ള സ്ലിപ്സാണ് പഠിച്ചത്. പെയിൻ സ്ലിപ്പുണ്ട്. പെയിൻ സ്ലിപ്പിന് 2 തരത്തിലുള്ള ഈ പെയിൻ സ്ലിപ്പിൻ്റെ പാർട്ടാണ് കൗണ്ടർ ഫോയിൽ, മെയിൻ സ്ലിപ്പ്. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ലിപ്പ് എന്ന് പറയുന്നത് വിഡ്രോവൽ സ്ലിപ്പ് ഓർ ചെക്ക്. ഓക്കെ, when a customer withdraws money from the bank, he fills up or writes a check or withdrawal and submit to the paying cashier, or makes the payment after checking the signature of the customer and adequacy of this amount in this ledger account. അതായത് കസ്റ്റമർ ഈ പൈസയൊക്കെ വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഹി ഫിൽസ് അപ്പ് ഓർ റൈറ്റ്സ്, ഒരു ചെക്ക് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സബ്മിറ്റ് പേയിങ് ക്യാഷ്, ചെക്ക് റൈറ്റ് ചെയ്തിട്ട് പേയിങ് ക്യാഷിയറിന് കൊടുക്കുന്നു. ആ ആൾ എന്ത് ചെയ്യുന്നു, ഈ സിഗ്നേച്ചർ സംഭവം ഉണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ എമൗണ്ടിൽ അഡിക്വേറ്റ് മണി ഉണ്ടോ, അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ, ദ പേയിങ് ക്യാഷിയർ ക്രെഡിറ്റ്സ് ദ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ദ ലെജർ കീപ്പർ ഡെബിറ്റ്സ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്.
അത് പേയ്മെൻറ്റ് നടത്തിയ ക്യാഷ്യർ എന്ത് ചെയ്യുന്നു, ഈ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. വേറെ എന്ത് ചെയ്യുന്നു, ലെജർ കീപ്പർ എന്ത് ചെയ്യുന്നു, അത് ആ സംഭവം കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ലെജർ കീപ്പറിനെ തന്നെ പറഞ്ഞില്ലേ, പേഴ്സണൽ അക്കൗണ്ട് ലെജർ കീപ്പർ, അവരെന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ചെക്ക് തന്നെയാണ് വിഡ്രോ എന്ന് ചെക്ക് തന്നെയാണ്, ചെക്കിൻ്റെ ട്രാൻസാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ കസ്റ്റമേഴ്സ് വിഡ്രോ ചെയ്യുമ്പം മണിയൊക്കെ വിഡ്രോ ചെയ്യുമ്പോഴത്തേ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെക്കൊക്കെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്തിട്ട് പേയിങ് ക്യാഷ്യറിന്, ആർക്കാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്, പേയ്മെൻറ്റ് നടത്തുന്ന ക്യാഷ്യേഴ്സാണ് പേയിങ് ക്യാഷ്യർ എന്ന് പറയുന്നത്. പേയിങ് ക്യാഷ്യറിനായി കൊടുക്കുന്നു. അത് അങ്ങനെ വേണ്ട പേയ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നു. എന്നതിന് ശേഷം ഈ സിഗ്നേച്ചറും കസ്റ്റമേഴ്സിൻ്റെ ലെജർ അക്കൗണ്ട് അടിക്കുന്ന എമൗണ്ട് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി പേയ്മെൻറ്റ് നടത്തുന്നു. ഈ പേയിങ് ക്യാഷ്യർ എന്ത് ചെയ്യുന്നു, അതിന് ശേഷം എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ലെജർ കീപ്പർ എന്ത് ചെയ്യുന്നു, ഈ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഡോക്കറ്റ്സ്. തേർഡ് വൺ സ്ലിപ്പ് എന്നാണ് ഡോക്കറ്റ്സ് എന്ന് പറയുന്നത്. Sometimes the bank staff also prepares slips for making entries in the ledger accounts for which there are no original vouchers. അതായത് ഈ ബാങ്ക് സ്റ്റാഫ് ചില സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സ്ലിപ്പാണ് ഡോക്കറ്റ്സ് എന്ന് പറയുന്നത്. ആ സ്ലിപ്പ് എന്ന് വെച്ചാൽ എൻട്രീസ് ഒക്കെ ലെജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വൗച്ചേഴ്സിനാണല്ലോ ഈ ലെജറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ വൗച്ചേഴ്സ് ഇല്ലാത്ത കേസിൽ എന്താ ഒരു അതായത് യൂസ് ചെയ്യും. വൗച്ചേഴ്സ് ഇല്ലാത്ത കേസിൽ ചില ബാങ്ക് സ്റ്റാഫ് യൂസ് ചെയ്യും. സോ അതായത് എക്സാമ്പിൾ പറയാൻ വേണ്ടി, ദ ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ബാങ്ക് പ്രിപ്പയർസ് വൗച്ചേഴ്സ് വിത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ. ലോൺ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലോൺ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സ്പെൻസസ്, അങ്ങനെ പല ബാങ്കിൽ ഇതുണ്ട്. സോ ആ ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴത്തേക്ക് ഒരു വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നു. സച്ച് സ്ലിപ്സ് ഓർ വൗച്ചേഴ്സ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക് സ്റ്റാഫ്സ് ആർ നോൺ ആസ് ഡോക്കറ്റ്സ്. സോ അങ്ങനെ അതായത് ഒരു ഒറിജിനൽ വൗച്ചേഴ്സ് ഇല്ലാത്ത കേസിൽ എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ലിപ്പാണ് ഡോക്കറ്റ്സ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത് നമുക്കറിയാലോ, ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, അതാണ് ഡോക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത് ബുക്സ്, അതായത് സ്ലിപ്പ് സിസ്റ്റം, അതായത് ബുക്സ് ആൻഡ് ബുക്ക് മെയിൻറ്റെയിൻ വിത്ത് ബാങ്ക്സ് ആണ്. പിന്നെന്താ പഠിച്ചു, പിന്നെ രജിസ്റ്റർ സെക്ഷൻ, അതിന് കുറച്ച് 3 സെക്ഷൻസ് ഉള്ളത് പഠിച്ചു. പിന്നെ സ്ലിപ്പ് സിസ്റ്റം, ലെജർ പോസ്റ്റിംഗ് പഠിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലാസ്സൊക്കെ ഷോർട്ട് ക്ലാസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് പഠിക്കാനും ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഷോർട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് എടുക്കുന്നത്, കുറച്ച് പോർഷൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്ത് പഠിക്കാനും എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ പാടാവുമല്ലോ, നോക്കാനും ക്ലാസ് നോക്കാനൊക്കെ പാടുണ്ടാവും. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് വരുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ക്യാപിറ്റൽ ലയബിലിറ്റീസ് പാർട്ട് പറയുന്നു, അസറ്റ് സൈഡ് പറയുന്നു, അങ്ങനെ പറയുന്നു. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.